ഹലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പറഞ്ഞാൽ കമ്പം തേനി ഹൈവേയുടെ സൈഡിലായിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഹോട്ടൽ പരിചയപ്പെടുത്തരാം. നല്ല പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ, നല്ല നീറ്റായിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ പെരുമാറ്റമായാലും എല്ലാം നല്ല നീറ്റായിട്ടൊരു ഹോട്ടൽ. അപ്പോൾ അവിടെ കയറി ആഹാരം കഴിച്ചപ്പം ഇതൊന്ന് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഏതൻ ഗാർഡൻ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നമ്മുടെ കമ്പം തേനി മെയിൻ റോഡിൽ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പത്ത് നിന്നും തേനിലേക്ക് പോകുന്ന റൂട്ടിൽ കറക്റ്റ് 30 കിലോമീറ്റർ, ആ 30 കിലോമീറ്റർ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഹോട്ടൽ. അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചാണ് വരുന്നുണ്ടെങ്കിൽ തേനിയിൽ നിന്ന് കമ്പത്തേക്കാണ് വരുന്നുണ്ടെങ്കിൽ 9 കിലോമീറ്റർ, തേനിയിൽ നിന്ന് കറക്റ്റ് 9 കിലോമീറ്ററിലാണ് ഈ ഒരു ഹോട്ടലിൽ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത്. പുറമേ തന്നെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ, വലിയ ബസ്സിൽ വന്നാൽ പോലും അവിടെയുള്ള പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇതുവഴി ഇനി അകത്ത് കയറി കഴിയുമ്പോൾ നല്ല ഇത്രയും നല്ല നീറ്റ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. എപ്പടി ഹോട്ടൽ എപ്പടി ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ തേനിപ്പക്കം. സോഫ്റ്റ് ഇഡലിയാണ്, പൂ പോലത്തെ ഇഡലി. എപ്പടി സാധാരണ ഇങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടലൊന്നും ഇതുപോലെ ഇങ്ങനെ മുരിഞ്ഞ അപ്പമൊന്നും കിട്ടുന്നല്ല. പക്ഷേ ഇവിടെ അപ്പത്തിനായിട്ട് വെളിയിൽ തന്നെ ഒരു കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ വടയെന്ന് പറയുന്നതും നമുക്ക് ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിയൊക്കെ നല്ല ഹെവി ടൈപ്പ് വടയായിരുന്നു. പക്ഷെ അത് ബില്ലിലും അതുപോലെ ആയിരുന്നു കേട്ടോ, ബില്ലും കുറച്ച് ഹെവി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചായ വന്നു. സ്വർണ്ണ ചായയാണ്, സ്വർണ്ണ ചായ. അങ്ങനെ നമ്മൾ സ്വർണ്ണ തളയിൽ കിട്ടിയ ചായയെ കുടിച്ച് അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു സീറ്റ്സ് കൗണ്ടറും അതുപോലെ തന്നെ ബേക്കറി ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് തന്നെ ഒരു ലൈവ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ, കുട്ടികളായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊക്കെ ഉള്ള ഒരു പാർക്ക് സെറ്റപ്പ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു അവരോട് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ എന്തായാലും നമുക്കുള്ള ചിലവായ ബില്ലും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ബില്ല് കണ്ട ആരും കണ്ണുകളുണ്ട കാര്യം പറഞ്ഞാൽ അവർ അത്രയും സൗകര്യങ്ങൾ നമുക്ക് വേണ്ടി അവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ശരി, നമുക്ക് എന്തായാലും അടുത്ത വീട്ടിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.